ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് ഞാൻ ഓണം സീരീസിൽ ഇടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഇത് ഇടണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഞാൻ ഇത്രയും സമയം ചിലവാക്കി എടുത്തു വെച്ചൊരു വീഡിയോ ആണല്ലോ. ആക്ച്വലി ഈ വീഡിയോ ഓണത്തിന് മുമ്പ് ഇടാനായിട്ട് ഞാൻ എടുത്തു വെച്ചെങ്കിലും എനിക്കിത് എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലും എടുക്കുന്നത്. ഫെസ്റ്റീവ് സീസണൊക്കെ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് നെയിൽ വർക്കും അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണത്താൽ നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എടുത്തു വെച്ചു ഇടാമെന്ന് കരുതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ സ്കിന്ന് നല്ല രീതിയിലൊന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഐസ് റോളർ വെച്ചിട്ട് എൻ്റെ ഫേസിലൊന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ് നല്ല റിഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, മേക്കപ്പ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കേട്ടോ. പ്ലമ്മിൻ്റെ ടോണറാണ് അത് ഞാനൊന്ന് ഫേസിൽ നന്നായിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടുകയാണ്. ഇനി ഞാനിവിടെ ഞാനിവിടെ ഡീകൺസ്ട്രക്ഷൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഹൈലറോണിക് ആസിഡ് ആണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഹൈലറോണിക് ആസിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഫേസിൽ ആ ഒരു മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫേസിലും അതെ, നെക്കിലും അതെ. നമ്മളിവിടെ ഒരു ലിപ് ബാം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫോക്സ്ടെയിലിൻ്റെ ലിപ് ബാം ആണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ സൺസ്ക്രീനും കൂടെ നമുക്ക് ഫേസിലും നെക്കിലും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. അത്ര ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് മാസിൻ്റെ ഐഷാഡോ പാലറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഐഷാഡോ പാലറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിന്ന് ഐബ്രോയും ഐ മേക്കപ്പും എല്ലാം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ഒരു ഐബ്രോ പാലറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഷാഡോ പാലറ്റ് വെച്ചിട്ട് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ നമ്മുടെ പുരികത്തിൻ്റെ ഹാഫ് പോർഷനിൽ ഒന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ നിന്ന് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് പുരികത്തിൻ്റെ ഫ്രണ്ട് ഭാഗവും കൂടെ നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു സ്പൂളി ബ്രഷ് വെച്ചിട്ട് എന്നിട്ട് അതൊന്ന് നല്ല രീതിയിൽ കോംബ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത് പർപ്പിളിൻ്റെ കൺസീലർ പാലറ്റ് ആണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ളത് അവൈലബിൾ ആണ്. അതായത് ലൈറ്റർ ഷെയ്ഡ്, മീഡിയം സ്കിൻ ഉള്ളവർക്ക്, ഡാർക്ക് ഷെയ്ഡ് ഉള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഷെയ്ഡ്സിനകത്ത് അവൈലബിൾ ആണ്. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്നൊരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണിന് പുറത്തായിട്ടും ആ ഒരു ലൈറ്റർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനി നമുക്ക് ഈ ഒരു സെയിം ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു വൈറ്റ് ഷെയ്ഡ്, അതായത് ഒരു പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാനൊരു ഐഷാഡോ വെച്ചിട്ട് തന്നെ ഒന്ന് ആ ഒരു കണ്ണിന് മുകളിലിട്ട കൺസീലറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ കണ്ണിന് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ടെറാക്കോട്ട ഷെയ്ഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ആ ഒരു എൻഡ് പോർഷനിൽ വെച്ചിട്ട് ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് അതും കൂടെ ഒന്ന് നല്ല രീതിയിൽ തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ഒരു ലൈറ്റ് സ്മോക്കി ഐ മേക്കപ്പ് ആണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ഫേസസ് കാനഡയുടെ കാജലാണ്. ലൈറ്റായിട്ടൊന്ന് ഐലിഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐ മേക്കപ്പ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫേസ് മേക്കപ്പിലോട്ട് വരാം. ഇവിടെ ഞാൻ PACയുടെ ഒരു പ്രൈമറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പോർസ് ഉണ്ട്. അപ്പം ആ ഒരു പോർസ് ഉള്ള ഭാഗത്തും പെട്ടെന്ന് സ്വെറ്റ് ആകുന്ന ഭാഗത്തും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പ്രൈമർ ഒന്ന് ഇട്ട് കൊടുക്കും. അതിനുശേഷം വീണ്ടും ആ ഒരു കൺസീലർ പാലറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ കൈ വെച്ചിട്ട് എൻ്റെ സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതെനിക്ക് ഡാർക്ക് സർക്കിൾ ഉള്ള ഭാഗത്ത്, പിന്നെ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്ത്, എനിക്കാണെങ്കിൽ ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള കുറച്ച് മാർക്ക് ഉണ്ട് എൻ്റെ ഫേസിൽ. ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിമ്പിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിമ്പിളൊക്കെ എനിക്ക് കുറേ നാളുകൊണ്ട് അധികം അങ്ങനെ വരാതിരുന്നതായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാർക്കൊക്കെ ഉള്ള ഭാഗത്ത് മാത്രം ഞാൻ ഈ കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് ആ
കൈവശം നമ്മൾ ഇട്ട് കൊടുത്തതെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് ആ ഒരു ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ കണ്ണിനടിവശത്ത് ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസൈറ്റിൻ്റെ ഒരു ബനാന പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു പിസ്സ പഫിൽ നമുക്കിതാ നമ്മുടെ കണ്ണിനടിവശം അങ്ങനെ കുറച്ച് നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിനടിവശം നല്ല രീതിയിൽ ബേക്കായിട്ട് കിട്ടും കേട്ടോ. പീസിലൊക്കെ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ ഒരു പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ കണ്ണിനടിവശം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഞാനിവിടെ ആ ഒരു കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴത്തെ വാട്ടർ ലൈനും അതുപോലെ തന്നെ മുകളിലെ വാട്ടർ ലൈനും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതാ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ആ ഒരു താഴെ നമ്മൾ എഴുതി കൊടുത്ത കാജൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. ഞാനിവിടെ ഒരു സെയിം ഐഷാഡോ പാലറ്റിൽ നിന്നും ഒരു ഷിമറി ഷെയ്ഡ് എടുത്തിട്ട് ഗോൾഡൻ കൈൻഡ് ഓഫ് കളർ എടുത്തിട്ട് നമ്മളൊന്ന് ഫേസിൽ ഹൈലൈറ്റർ ആയിട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മളുടെ ചീക്ക് ബോണിൽ, നോസിൻ്റെ ഏരിയയിൽ, പിന്നെ നമ്മളുടെ നെറ്റിയുടെ ഭാഗത്ത് ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് ലുക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ PACയുടെ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി കുറച്ച് ഗ്ലോസി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിവിടെ കുറച്ച് ഗ്ലോസും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലുക്കൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഗ്ലോസി ലുക്ക് ആ ഒരു ലുക്കിന് ചേരുന്നില്ല എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ അത് മാറ്റിയിട്ട് വീണ്ടും ആ ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ഈ ഒരു മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് ഫുള്ളൊന്ന് സെറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ സാരിയൊക്കെ എടുത്തു. പിന്നെ ഹെയർ ഞാനൊരു ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാരി ഞാനുണ്ടല്ലോ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാരിയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ വള ഇട്ട് കൊടുക്കാം. ഞാൻ കുപ്പിവള ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഈ ഒരു ബ്ലൗസ് എൻ്റെ പഴയ ബ്ലൗസാണ്. എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തെടുത്തൊരു ബ്ലൗസാണ്. ഇനി നമുക്കൊരു ചന്ദനത്തിൻ്റെ കുറവുള്ളതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് കുറച്ച് ചന്ദനവും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ പറയണേ. എന്തായാലും ഓണമൊക്കെ കഴിഞ്ഞു. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് പിന്നെ ആണെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം. ബൈ ബൈ.